വലിയ അനുഗ്രഹമാണ് നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത്. സന്താനങ്ങളെപ്പറ്റി ഖുർആൻ പരാമർശിക്കുന്നത് സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ഭൂമിയിലെ അലങ്കാരമെന്ന അർത്ഥത്തിലാണ്. അള്ളാഹു പറയുന്നു, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനെ പണയം വെച്ചുകൊണ്ട് വേർപ്പൊഴുക്കി നമ്മൾ നേടിയെടുക്കുന്ന സമ്പാദ്യം, അതുപോലെ നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ മക്കൾ, സീനത്തുൽ ഹയാത്തി ദുനിയ, ഇത് ഭൗതിക ലോകത്തിലെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അലങ്കാരമാണ്. എന്നാൽ ഈ അലങ്കാരത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് എന്താണ്? വൽ ബാഖിയാത്തു സ്സാലിഹാത്ത്, എന്നെന്നും ശേഷിക്കുന്നതായ നന്മകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ബാക്കിയാകുന്നതും ഏറ്റവും പ്രതീക്ഷയ്ക്ക് വകയുള്ളതുമെന്നും പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയാൻ. അപ്പോൾ ഏതൊരു സമ്പത്തിനെ ബാഖിയാത്തു സ്സാലിഹാത്താക്കി മാറ്റുന്നുവോ, ഏതൊരു സമ്പത്ത് കൊണ്ട് താൽക്കാലികമായ ദുനിയാവിലും ആഖിറത്തിലേക്കും ഉപകരിക്കുന്ന രീതിയിൽ ആ സമ്പത്തിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനെ യൂസ് ചെയ്യുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുവോ, ദുനിയാവിൽ പ്രശസ്തിക്കും തൻ്റെ അന്തസ്സിനെയും വേണ്ടി ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ സന്താനങ്ങളെ ഉപയോഗിക്കുന്നതിന് പകരം ആ സന്താനങ്ങളെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന രീതിയിൽ ആ സന്താനങ്ങളെ ആരെങ്കിലും ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അൽ ബാഖിയാത്തു സ്സാലിഹാത്ത്. അങ്ങനെ ബാഖിയാത്തു സ്സാലിഹാത്തായി മാറ്റപ്പെട്ട സമ്പത്തും സന്താനങ്ങളുമാണ് നമുക്ക് ഉപകരിക്കപ്പെടുക. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ ഷരീഫ് പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തിൽ സമ്പത്തും ഉപകാരപ്പെടുകയില്ല, സന്താനങ്ങളും ഉപകാരപ്പെടുകയില്ല. അപ്പോൾ ഏത് സമ്പത്തും ഏത് സമ്പാദ്യമാണ് ഉപകാരപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഈമാനോടുകൂടി യഥാർത്ഥമായ വിശ്വാസം പുലർത്തിയ ആളുകൾക്ക് സമ്പത്തും അവരുടെ മക്കളും ഉപകാരം ചെയ്യും എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. നമ്മളൊക്കെ കഴിഞ്ഞു കടന്ന ഒരു പ്രായമാണ് നമ്മുടെ കുട്ടിക്കാലം, ശൈശവം, കൗമാരം എന്നൊക്കെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ആയുസ് നമ്മൾ നോക്കിയാൽ ഏറ്റവും നല്ല കാലം ഏതാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഒരിക്കലും തങ്ങളുടെ നാരകീയമായ അല്ലെങ്കിൽ അടിമത്തം നിറഞ്ഞ, ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലവും ശൈശവവും കൗമാരവും ഞങ്ങളിലേക്ക് തിരിച്ചു വരതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുറഞ്ഞ ന്യൂനപക്ഷമുണ്ടാകും. എന്നാൽ ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാലമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലം ഒന്ന് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്നാണ്. കവി പാടി, അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. എൻ്റെ യൗവനം എന്നിലേക്കൊന്ന് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ, എൻ്റെ ചടുലതയും എൻ്റെ ആരോഗ്യവും ഒക്കെ നിലനിരുന്ന ആ യൗവനം എന്നിലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. ഇന്ന് ഞാനിപ്പോൾ വാർദ്ധക്യത്തിലെത്തി, എനിക്ക് വേണ്ടതുപോലെ പഴയതുപോലെ ചടുലതയില്ല, എൻ്റെ ആവേശത്തിനിപ്പോൾ പഴയതുപോലെ ആ തിളക്കമില്ല, അതൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട്. ആ യുവത്വത്തിനോട് എൻ്റെ വാർദ്ധക്യത്തിൻ്റെ നരകൾ എന്നോട് കാണിച്ച അക്രമം കവി കാവ്യഭംഗിയിൽ പറയാണ്, അത് ഞാൻ പരാതിപ്പെട്ടേനെ എന്ന് കവി പാടുകയുണ്ടായി. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ ആ ഒരു കാലം തിരിച്ചു വരണമെന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? നമ്മുടെ കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാത്തൊരു കാലമായിരുന്നു. നമുക്കൊന്നും ചിന്തിക്കേണ്ടി ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയമാകുമ്പോൾ നമ്മുടെ മാതാവ് അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണോ പാചകപ്പുര, അവിടെ നിന്നും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ തീന്മേശയിലേക്ക് എത്തും. സമയമാകുമ്പോൾ നമ്മളത് കഴിച്ചാൽ മതി. നമുക്ക് യഥേഷ്ടം നമ്മുടെ സുഹൃത്തുക്കളുമായി കളിക്കുവാനും ഉല്ലസിക്കുവാനും നമുക്ക് പറ്റും. നമുക്ക് സമയമാകുമ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയുള്ള യൂണിഫോം അത് നമ്മുടെ മാതാവോ നമ്മുടെ സഹോദരിയോ ഇട്ടുവെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളിൽ നമുക്ക് ആർക്കും ചെലവിന് കൊടുക്കാനില്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരുടെങ്കിലും ശുശ്രൂഷകൾ നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതില്ല, ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലാത്ത ഒരു നല്ല കാലം, നമ്മുടെ ആ ഭാഷയിൽ പറഞ്ഞ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കാലങ്ങൾ മാറി, വിവാഹം കഴിച്ചു, മക്കളായി, കുടുംബമായി, പ്രാരാബ്ദങ്ങളായി, രോഗമായി, ബാധ്യതകളായി, ഇതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല കാലം ഒരിക്കൽ കൂടി തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്നൊക്കെ നമ്മൾ ഒരിക്കൽ ആഗ്രഹിച്ചു പോകുന്നുണ്ടാകും. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് നൽകപ്പെട്ട ആയുസിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ കൂടിയും നമ്മൾ കടന്നു പോയേ പറ്റൂ. ഇപ്പം നമ്മൾ കരുതുന്നത് നമ്മൾ ഒന്ന് പുറകോട്ടേക്ക് പോയിട്ട് ഒരു 15 വയസ്സ് 12 വയസ്സിലേക്ക് പോയിരുന്നെങ്കിൽ എന്നാണ്.
ഇനി നമ്മൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഒരു 10 കൊല്ലം അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കും ഇപ്പോൾ ഉള്ള 35-ലും 40-ലും തിരിച്ചെത്തിയതെങ്കിൽ നന്നായിരുന്നു എന്നാണ്. കാരണം ആ 10 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ 10 മടങ്ങ് ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ മുമ്പിലേക്ക് വരിക. ബഹുമാനികളെ, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാലത്തിലാണോ എത്തണമെന്ന് ആഗ്രഹിച്ചത് ആ കാലത്തിൽ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ സന്താനങ്ങൾ. അള്ളാഹുവരൊക്കെ സാലിഹ്യങ്ങളാക്കട്ടെ. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയുള്ള മക്കളാക്കി നമ്മളെ മക്കളൊക്കെ മാറ്റി തീർക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളായ ആളുകളുടെ ദുആ ഖുർആൻ ശരീഫ് പരാമർശിക്കുന്നിടത്ത് അള്ളാഹു പറയുന്നത്, അവർ പറയുന്ന അവരുടെ ദുആയിൽപ്പെട്ട ഒരു ദുആ എന്താണ്? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന. അള്ളാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഇണകൾ, വദുർരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളും സന്താന പരമ്പരകളും, ഇതിൽ നിന്നൊക്കെ ഖുർറത്തു ഐൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ. എന്താ ഖുർറത്തു ഐൻ എന്ന് പറഞ്ഞാൽ? കണ്ണിന് ആനന്ദമുണ്ടാവുക എന്ന അർത്ഥം. എപ്പോഴാണ് നമുക്ക് നമ്മളെ ഭാര്യയെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടിട്ട്, എണാന്നുള്ള പദമാണല്ലോ ഖുർആൻ ഉപയോഗിച്ചത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ട് കണ്ണിന് കുളിർമയുണ്ടാകണം, ഭർത്താവിന് ഭാര്യയെ കൊണ്ടും കണ്ണിന് കുളിർമയുണ്ടാകണം, ഭാര്യയ്ക്കും ഭർത്താവിനും തങ്ങളുടെ മക്കളെ കൊണ്ട് കണ്ണിന് കുളിർമയുണ്ടാകണം എന്ന് ഖുർആൻ പരാമർശിക്കുമ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എപ്പോഴാണ് കണ്ണിന് കുളിർമയുണ്ടാവുക? അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ, അന്തസ്സോടുകൂടി ജീവിക്കുന്നത് കാണുമ്പോൾ, സമൂഹത്തിനും സമുദായത്തിനും ഉപകാരങ്ങൾ ചെയ്യുന്ന മക്കളായി വളരുന്നത് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ചിന്ത ഉണ്ടാകുക, അൽഹംദുലില്ലാ, നമ്മൾ ഉറക്കമൊഴിച്ച രാത്രികൾക്കും മാതാവാണെങ്കിൽ അനുഭവിച്ച പ്രസവ വേദനക്കും അതിനെ തുടർന്നിട്ടുള്ള ഓരോരോ വിഷമങ്ങൾക്കുമൊക്കെ ഇന്നൊരു പകരമായല്ലോ എന്ന് ആലോചിച്ചിട്ട് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും പറ്റുന്നത് ഈ മക്കളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ച കാണുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ എത്രയോ മാതാപിതാക്കൾ അവരവരുടെ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കൾ. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ അനുസരിക്കുന്നില്ല, മക്കൾ മാതാപിതാക്കളുമായി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാര്യങ്ങൾ ഒത്തുപോകുന്നില്ല. വാപ്പയും മകനും തമ്മിൽ ശത്രുക്കളെ പോലെ, ഉമ്മയും മകളും തമ്മിൽ ശത്രുക്കളെ പോലെ ഒക്കെ ആയിത്തീരുന്ന ഒരു പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ദുആഇന്റെ പ്രസക്തി മനസ്സിലാകുന്നത്. അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചോദിക്കണം. ഖുർറത അയുനിൻ, ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് കണ്ണിന് കുളിർമയുണ്ടാകണേ. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നാളെ നമ്മളെ മക്കളെ കാണുമ്പോൾ അള്ളാഹു നമ്മൾ അങ്ങനെയുള്ള മക്കളാക്കി തീർക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില മക്കളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ചില മക്കൾ ഖുർആനിൻ്റെ ഇൽമ് പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അള്ളാഹു തആല മഹ്ശറിൽ പ്രത്യേകം വിളിക്കും. പ്രത്യേകം വിളിച്ചിട്ട് അവർക്ക് പ്രത്യേക ഇരിപ്പിടം നൽകുമെന്ന് മാത്രമല്ല, അവരെ കിരീടങ്ങൾ അണിയിക്കപ്പെടും. പരസ്പരം ആളുകൾ ചോദിക്കും, എന്താ ഇവർക്ക് മാത്രം ഒരു സ്പെഷ്യൽ പരിഗണന, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, എന്താണ് ഇവർക്ക് ഇത്ര കിട്ടാൻ മാത്രം? അപ്പോൾ പറയപ്പെടും, ഇവരുടെ മക്കൾ, ഇവരുടെ സന്താനങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചു, ഖുർആൻ ഷരീഫിൻ്റെ ആയാത്തുകൾ പഠിച്ചു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അതിൻ്റെ പേരിൽ ഈ മാതാപിതാക്കളെ അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രിയമുള്ളവരെ, ഈ മക്കളെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് അനുകൂലമാക്കി തീർക്കണമെങ്കിൽ, ഈ മക്കൾ നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാകണമെങ്കിൽ, ഈ മക്കൾ നമുക്ക് നാളെ ആഖിറത്തിൽ നമ്മുടെ ശുപാർശകരായി മാറണമെങ്കിൽ, പ്രിയമുള്ളവർ, നമ്മൾ അതിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അമ്പിയാക്കൾ ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും, ഔലിയാ ചെയ്യും, ശുഹദാ ചെയ്യും, സ്വാലിഹീങ്ങൾ ചെയ്യും, ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട കുട്ടികൾ ചെയ്യും, ഹുഫാദുകൾ ശുപാർശ ചെയ്യും, ഉലമാ ശുപാർശ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോ മുഅ്മിനീങ്ങളും. ഈ മക്കളുടെ ശുപാർശ നമുക്ക് ആഖിറത്തിൽ കിട്ടണമെങ്കിൽ ആ മക്കളെ ആ രീതിയിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്വം, ചെറിയ ഉത്തരവാദിത്വം ഒന്നല്ല, ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഭാരിച്ച ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടെയും അടങ്ങുന്ന ഓരോ വ്യക്തികളിലും അർപ്പിതമാണ്. ആ മക്കളുടെ ജീവൻ നമ്മൾ നോക്കിയാൽ, ഇനി നമ്മളെ കണ്ണിൽ കൂടി നമുക്ക് നമ്മളെ മക്കളൊന്ന് കണ്ടു നോക്കാം. ആ മക്കൾ ചെറിയ പ്രായം മുതലേ സ്കൂളുകളിലേക്ക് പോകുന്നു. രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 3:30 മണി വരെ, അല്ലെങ്കിൽ 4 മണി വരെ അവർ സ്കൂളുകളിലാണ്. 8-9 വിഷയം അവർക്ക് പഠിക്കാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷൻ. ഒന്നുകിൽ എല്ലാ സബ്ജക്റ്റിനും അല്ലെങ്കിൽ പ്രത്യേക സബ്ജക്റ്റുകൾക്ക് ട്യൂഷൻ. അങ്ങനെ ട്യൂഷന് പോയിട്ട് വിട്ടുവരുന്ന കുട്ടി 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ വീണ്ടും ആ കുട്ടിക്ക് പോകേണ്ടത് മദ്രസയിലേക്കാണ്. മഗ്‌രിബ് കഴിഞ്ഞ് മദ്രസയിലേക്ക് പോകുന്നു. അവിടെയും 1 മണിക്കൂർ 1.25 മണിക്കൂർ ചെലവഴിച്ച് ആ കുട്ടി തിരിച്ചു വരുന്നു. വീട്ടിലേക്ക് എത്തുന്നത് 8:30 മണി അല്ലെങ്കിൽ 9 മണി. അങ്ങനെ ഈ രാവിലെ മുതൽ തുടങ്ങിയ വൈജ്ഞാനിക യുദ്ധം, പിന്നെന്താ ഇതിനെ പറയേണ്ടത്?
ഒരു എഡ്യൂക്കേഷണൽ വാറാണ് അവിടെ നടക്കുന്നത്. രാവിലെ കുട്ടി 9:30 മണി മുതൽ കേൾക്കുന്നത് തിയറികളെ പറ്റിയും സിദ്ധാന്തങ്ങളെ പറ്റിയും ഫോർമുലകളെ പറ്റിയും ഇക്വേഷൻസിനെ പറ്റിയും ശരികളെ പറ്റിയും തെറ്റുകളെ പറ്റിയും. ഇങ്ങനെ ആ കുട്ടിയുടെ തലച്ചോറ് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പരുവത്തിലാണ് ആ കുട്ടിയുടെ തലച്ചോറ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ രാത്രി വരുന്നു, ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ്. ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ 1920-കൾക്ക് ശേഷം അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിന് ശേഷം രൂപപ്പെട്ട ഈ സ്കൂൾ സിസ്റ്റം, അതിന് കുറേ മെച്ചങ്ങളും ലാഭങ്ങളും ഉണ്ട് നമ്മുടെ മുമ്പിൽ, നമുക്കറിയാം, സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കളുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കുട്ടിയെ ഒരു പട്ടാള ചിട്ടയിൽ എപ്പോഴും ഇങ്ങനെ ഷെഡ്യൂൾഡായിട്ട് കുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കൂ, നമ്മൾ നമ്മുടെ മകനുമായി മകളുമായി ഒന്ന് മനസ്സ് തുറന്നിരുന്ന് നമുക്ക് സംസാരിക്കാൻ എപ്പോഴാണ് സമയമുള്ളത്? ഇതിനിടയിൽ വാപ്പാൻ്റെ കച്ചവടം, ഉമ്മാൻ്റെ വീട്ടിലെ തിരക്ക്, ഇതൊക്കെ ഉണ്ട്. പ്രിയമുള്ളവർ, ഈ ഓട്ടം ഇങ്ങനെ LKG മുതൽ തുടങ്ങിയിട്ട് ഈ കുട്ടിൻ്റെ ഓട്ടം നിൽക്കുന്നത് ഒരു ആവറേജിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി പൂർത്തിയാകുമ്പോഴാണ്. ഡിഗ്രി പൂർത്തിയാകുമ്പോഴേക്ക് ആ കുട്ടിൻ്റെ വയസ്സ് 17-ൽ +2 പാസ്സാകുന്നു. 3 വർഷം ഡിഗ്രിയും കൂടി കഴിയുമ്പോൾ 20 വയസ്സ്. നമ്മൾ സ്കൂളിൽ ചേർക്കുന്നത് 5-ാമത്തെ വയസ്സിൽ. 15 വർഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുട്ടിയെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് കുറേ ഹൈറുകളുണ്ട്, എന്നെ വിമർശിക്കുകയല്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾ നമ്മുടേതാകണം, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയുള്ളതാകണം. നമ്മുടെ ചിന്തകളും നമ്മുടെ സാമുദായികമായ പ്രശ്നങ്ങളോടുള്ള പ്രതിബദ്ധതയും സമൂഹത്തിനോടുള്ള കൂറുമൊക്കെ എൻ്റെ മക്കൾക്കും കിട്ടണം. ഈ മക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾ ആലോചിക്കും, ഒരു ദിവസത്തെ ഇത്രയും മണിക്കൂർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതിൽ എത്ര സമയമാണ് എൻ്റെ കുട്ടി എൻ്റെ കൂട്ടത്തിലുള്ളത്? ഇനി PG കൂടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ആ PG പഠിക്കാൻ പോയി, പിന്നെ അതും കഴിഞ്ഞു. ഇനി പെൺകുട്ടിയാണെങ്കിൽ +2 ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ കുടുംബജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിലേക്ക് പോവുകയുണ്ടായി. ഇവിടെ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ കുട്ടികളുടെ നിഷ്കളങ്കമായ ബാല്യവും കൗമാരവും ശൈശവവും ഒക്കെ നമ്മളുമായി ഇണങ്ങിച്ചേർന്നതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പം ഇതിനെല്ലാം കൂടി നമുക്ക് തകർത്ത് തരിപ്പണമാക്കി പുതിയൊരു സംവിധാനം രൂപപ്പെടുത്തുന്നത് സാധ്യമല്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഉപാധി എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഉപാധി നമുക്ക് ലഭിക്കുന്ന അവധി ദിനങ്ങളാണ്, നമുക്ക് ലഭിക്കുന്ന വെക്കേഷൻസാണ്. നമ്മുടെ ഈ സോഷ്യൽ സ്ട്രക്ചറിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചറിൽ നമുക്ക് ലഭിക്കുന്ന വർഷത്തിലുള്ള 2 മാസം എന്ന് പറയുന്ന സമ്മർ വെക്കേഷൻ. 2 രീതിയിലാണ് മാതാപിതാക്കൾ ഈ സമ്മർ വെക്കേഷനെ കാണുക. ഒരു വിഭാഗം മാതാപിതാക്കൾ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ സന്തോഷിക്കും, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എൻ്റെ കുട്ടിയെ എനിക്ക് കിട്ടുകയാണല്ലോ, എൻ്റെ കുട്ടിയുമായി സംവദിക്കാനും എൻ്റെ കുട്ടിയുമായി മാനസികമായ അടുപ്പമുണ്ടാക്കുവാനും അവന് ചിട്ട പകർന്നു കൊടുക്കാനൊക്കെ ഒരു അവസരം ലഭിക്കുകയാണല്ലോ എന്നൊരു ഭാഗത്ത് മാതാപിതാക്കൾ ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇതൊരു ന്യൂനപക്ഷം മാത്രമാണ്. ഇതിനേക്കാൾ കൂടുതൽ മാതാപിതാക്കൾ വെക്കേഷൻ ആകുന്നു എന്നറിയുമ്പോൾ തന്നെ ബേജാറാകാൻ വേണ്ടി തുടങ്ങും. സുബ്ഹാനല്ലാഹ്, 2 മാസക്കാലം എൻ്റെ മകനും എൻ്റെ മകളും എൻ്റെ വീട്ടിൽ നിൽക്കാനോ? സ്കൂളിൽ പോകാതെ, ട്യൂഷന് പോകാതെ, മദ്രസയിൽ പോകാതെ, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ താമസിക്കാതെ 2 മാസം എൻ്റെ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇനിയിപ്പോൾ കാണേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്? ഈ 2 മാസം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ചേർത്തിട്ട് നമ്മൾ ആ കുട്ടി ഇവിടെ നിന്ന് മാറ്റണം. ഇതിങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഇത് പറയുന്നുണ്ടാകും. പ്രിയമുള്ളവർ, ഈ ഉള്ളവൻ മദ്രസകൾ പഠിപ്പിച്ചിട്ടുള്ളവനാണ്. നമ്മൾ അറബി കോളേജുകളിൽ ഈ പറഞ്ഞ പോലെ വെക്കേഷൻസ് ഉണ്ടാകും. ഒരു വെക്കേഷൻ്റെ സമയമായപ്പോൾ അത് റബീഉൽ അവ്വലിൻ്റെ ലീവായിരുന്നു. സാധാരണ റബീഉൽ അവ്വലിൻ്റെ ലീവാകുമ്പോൾ 10 ദിവസം മദ്രസ അവധി കൊടുക്കും. കാരണം നാട്ടിലന്ന് ദീനിയായ പരിപാടികളും പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ കുട്ടികളൊക്കെ പങ്കെടുത്ത് ആ ഒരു സാമുദായികമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. വർഷത്തിലുണ്ടാകും 3 ലീവ്, 1 റമളാൻ്റെ ലീവ്, പിന്നെ ഹജ്ജ് പെരുന്നാളിൻ്റെ ലീവ്, 3 റബീഉൽ അവ്വൽ ലീവ്. ഇങ്ങനെയാണ് അറബി കോളേജുകളിൽ ലീവിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഒരു ലീവിൻ്റെ സന്ദർഭത്തിൽ 10 ദിവസം അവധി പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും അടിയന്തരമായി ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടപ്പെട്ടു. എന്നിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകൻ നമ്മോട് പറഞ്ഞു, നമുക്ക് ലീവ് ഒന്ന് വെട്ടിച്ചുരുക്കണം, 10 ദിവസം വേണ്ട 7 ദിവസം മതി. ഞങ്ങൾ ചോദിച്ചു, എന്തിനാ ഉസ്താദെ? സാധാരണഗതിയിൽ 10 ദിവസം ഞങ്ങൾ കൊടുക്കുന്ന അവധി എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. പിന്നെ അതെന്തിനാ വെട്ടിച്ചുരുക്കി ഇപ്പം 3 ആക്കുന്നത്? ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾക്കും ആഗ്രഹം അങ്ങനെ തന്നെയാണ്, 10 ദിവസം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ഒരുപാട് മാതാപിതാക്കളുടെ ഫോൺ കോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്? സാധാരണ ശരിക്കും റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ ചേർത്തിട്ട് പിന്നെ കാണൂല, പിന്നെ ഈ ലീവിനാണ് കാണുക. സാധാരണ ഡേ സ്കോളറെ പോലെ രാവിലെ വന്ന് വൈകുന്നേരം പോകലല്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടി ഈ രക്ഷിതാക്കൾ വിളിച്ചിട്ട് പറയുന്നത്, ഉസ്താദ് 10 ദിവസമൊന്നും ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് സഹിക്കാനാകൂല.
10 ദിവസം ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് സഹിക്കാനാകില്ല. ഉസ്താദ് ഒന്നൊരു 7 ദിവസം ആക്കി, ഒരാഴ്ചയിൽ, ഒരു വെള്ളിയാഴ്ച അവൻ്റെ അടുത്ത വെള്ളിയാഴ്ച പോട്ടെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും സഹിച്ചോളാം, 10 ദിവസം ഞങ്ങൾക്ക് ഉണ്ടാകൂല. അങ്ങനെ ഈ മാതാപിതാക്കളുടെ പ്രഷർ കൊണ്ട് ഈ സ്ഥാപനത്തിലെ ആളുകൾ മാറി ചിന്തിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ അയച്ച് നമ്മുടെ കുട്ടിയെ ക്ഷമിക്കുവാനും അവരുടെ വികൃതികളെയും അവരുടെ ആ പ്രായത്തിൻ്റെ പേരിലുള്ള ഈ കാര്യങ്ങളൊന്നും ക്ഷമിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ സ്ഥാപനങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ അയച്ചിട്ട് നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറുന്നു എന്നുള്ളതാണ് സത്യം. എന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണീരൊഴുക്കും, കണ്ടോ ഞാൻ എൻ്റെ മകന് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടു, വർഷത്തിലെ ഫീസിൻ്റെ കണക്കിങ്ങനെ, മാസത്തിലെ ഫീസിൻ്റെ കണക്കിങ്ങനെ, ഇന്ന കാര്യങ്ങൾ, അവൻ്റെ ഇൻഷുറൻസ്, അവൻ്റെ മെഡിക്കലിന് വേണ്ടി ഇത്ര ഞാൻ ചിലവാക്കി, അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇതിങ്ങനെ ചിലവാക്കി, പക്ഷെ എനിക്കെന്ത് കിട്ടി? നിങ്ങൾ പൈസ മാത്രം കൊടുക്കാനുള്ള ആളായിപ്പോയി, ഞാൻ പണം മാത്രം കൊടുക്കാനുള്ള ആളായിപ്പോയി എന്നതുകൊണ്ടാണ് ഈ മക്കളെ നമുക്ക് ഈ അർത്ഥത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, വെക്കേഷൻ വരുമ്പോൾ നമ്മൾ മക്കളോട് പറയാറുള്ളത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ അപ്പുറത്ത് രക്ഷിതാക്കളാകുന്ന നമ്മൾ ചിന്തിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞ് പ്രതിപാദിച്ച് പോവുകയാണ്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ആ ചെറിയ പ്രായത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികവും ആത്മീയവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളുമായുള്ള കണക്ഷൻ ഒന്നും കൂടി നന്നാക്കാൻ ഏറ്റവും നല്ല കാലമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. 2 രീതിയിലാണ് പാരൻസ് ഉണ്ടാകുക വെക്കേഷൻ സമയത്ത്. ഒരു വിഭാഗം ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വെക്കേഷൻ ആകുന്നതിന് മുമ്പ് തന്നെ 2 മാസത്തേക്കുള്ള പ്ലാൻ പാസ്സാക്കിയിട്ടുണ്ടാവും. ഇത്ര ദിവസം ഇന്ന സ്ഥലത്ത്, ഇത്ര ദിവസം ഇന്ന സ്ഥലത്ത്, ഇത്ര ദിവസം ഇന്ന ക്ലാസ്, ഇത്ര ദിവസം ഇന്ന ക്ലാസ്. ചുരുക്കി പറഞ്ഞാൽ ചില കുട്ടികൾക്ക് വെക്കേഷൻ കിട്ടാറില്ല എന്നുള്ളത് 100% സത്യമാണ്. അവർ പറയുന്ന കുട്ടി പഠിക്കട്ടെ. ഇപ്പം 10 മാസം എന്താ കുട്ടി ചെയ്തത്? ഈ 10 മാസം എന്താ കുട്ടി ചെയ്തത്? സ്കൂളിൽ നിന്നും പഠിച്ചു, മദ്രസയിൽ നിന്നും പഠിച്ചു, ട്യൂഷൻ നിന്നും പഠിച്ചു. ഇനി നിങ്ങൾ ഈ കുട്ടിയെ 2 മാസം, ആ 2 മാസം കൂടി കുട്ടിയെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ആ കുട്ടിയെ കൊഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കാണ് കടത്തി വിടുന്നത്. എന്താ കൊഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനിക്ക് താങ്ങാൻ പറ്റുന്ന വിവരങ്ങളുടെ ഒരു വെയിറ്റ് ഉണ്ട് എല്ലാ ആളുകൾക്കും. അത് നിങ്ങൾക്കൊക്കെ ഉണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഓവർലോഡ് ആക്കി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിനോടുള്ള, ഇൽമിനോടുള്ള, അറിവിനോടുള്ള ഇഷ്ടം നഷ്ടപ്പെടുകയും വെറുപ്പുണ്ടായിത്തീരുകയും ചെയ്യും. ഒരു വിഭാഗം പാരൻസ് ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ ചിലപ്പോൾ നല്ല നീതി തന്നെയായിരിക്കും ഈ പറയപ്പെട്ട പോലെ 2 മാസത്തേക്ക് കംപ്ലീറ്റ് അവരെന്തെങ്കിലും കോഴ്സുകൾക്ക് വിടുന്നത്. നമ്മൾ അവരെ നീയത്തിനെ മോശമാക്കി കാണുന്നില്ല. ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്ന എന്തായിരിക്കും, വെക്കേഷൻ അല്ലേ, കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു കൊള്ളട്ടെ, അവർ അടിച്ചു പൊളിച്ചോളട്ടെ, അവർ ആസ്വദിക്കട്ടെ എന്ന രീതിയിലും കടത്തിവിടുന്ന രീതി. ഇതും അപകടം ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 മാസക്കാലം അവർ ആക്ടിവിറ്റീസിൽ ഒന്നും ഏർപ്പെടുന്നില്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ സമ്മർ ലോസ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസത്തിലേക്ക് പോകും. റിസർച്ചേഴ്സ് ഒക്കെ അത് പഠിച്ചിട്ടുണ്ട്. എന്താ സമ്മർ ലോസ് എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടി 10 മാസം പഠിച്ചെടുത്ത കാര്യമാണ്. 10 മാസം കൊണ്ട് പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ 2 മാസം കാലയളവിൽ ഈ കുട്ടി ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാതിരുന്നാൽ, ഒരാലോചനയുമായി ഇതുമായി ബന്ധപ്പെട്ട് നടത്താതിരുന്നാൽ, ഒരു ക്രിയേറ്റീവ് തിങ്കിങ് പോലും നടത്താതിരുന്നാൽ, ഈ കുട്ടി പിന്നീട് സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടി പഠിച്ചെടുത്ത കാര്യങ്ങളിലൊക്കെ വലിയ കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഫ്രാത്തുമാകാൻ പാടില്ല, തഫ്രീത്തുമാകാൻ പാടില്ല. 2 എക്സ്ട്രീം പോയിന്റിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ അവർക്ക് കളിക്കാനുള്ള സമയങ്ങൾ അനുവദിച്ചു കൊടുക്കണം. ചില രക്ഷിതാക്കളുണ്ട്, കളിക്കാനൊന്നും കുട്ടികൾ വിടന്നെ ചെയ്യൂല. എന്തെങ്കിലും സംഭവിച്ചു പോകുമോ? സത്യത്തിൽ നമ്മൾ അവരെ ഭീരുക്കളാക്കി വളർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. ഞാൻ വളരെ വിശാലമായി കടന്നിട്ട് ഞാൻ സമയത്തിന് പാഴാക്കുന്നില്ല. നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോവുക. ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ അത് മറ്റു രാജ്യങ്ങളിലുമുണ്ട്, നമ്മുടെ രാജ്യങ്ങളിലും ഒറ്റപ്പെട്ട് നടക്കുന്നുണ്ട്. എന്താ ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ, സ്കൂളിലേക്ക് അയക്കാതെ വീടുകളിൽ നിന്ന് തന്നെ സ്കൂൾ പഠിപ്പിച്ചിട്ട് കുട്ടിയെ വിദ്യാഭ്യാസത്തിനുള്ള പാകതയിലെത്തിക്കുക എന്നുള്ളത് ഹോം സ്കൂളിംഗ്. അതിൻ്റെ ലീഗൽ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പം നല്ല സിലബസ് ഉണ്ടാകും, ഓൺലൈനിൽ ടീച്ചേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ടാവും. ഈ ഹോം സ്കൂളിംഗ് ആണോ നല്ലത്, അല്ല നമ്മളൊരു റെഗുലർ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കലാണോ എന്ന ഡിസ്കഷൻ വരുമ്പോൾ ഏറെക്കുറെ 85% സ്കോളേഴ്സും പറയുന്നത് സ്കൂളിൽ പോയി പഠിക്കലാണ് ബെറ്റർ എന്നാണ്. എന്താ പറയുന്ന കാര്യം എന്നറിയോ? നമ്മൾ എന്തിനാണ് സ്കൂളിൽ അയക്കുന്നത് വെറും വിദ്യാഭ്യാസം നേടാൻ വേണ്ടി മാത്രമല്ല. വിദ്യാഭ്യാസം നേടാനാണെങ്കിൽ ഈ പറയപ്പെട്ട പോലെ ഹോം സ്കൂളിംഗ് മതി.
ഓൺലൈൻ സംവിധാനങ്ങൾ മതി. ഇന്ന് ലോകത്തുള്ള ഏത് യൂണിവേഴ്സിറ്റിൻ്റെ വിദ്യാഭ്യാസങ്ങളും നമ്മുടെ മുമ്പിൽ വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷെ നമ്മൾ സ്കൂളിൽ അയക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുട്ടി സോഷ്യലൈസേഷൻ പഠിക്കണമെങ്കിൽ സ്ഥാപനത്തിൽ പോകണം, സാമൂഹികമായ ഇടപെടൽ പഠിക്കണമെങ്കിൽ കുട്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകണം. ഇന്ന് സമൂഹത്തിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകൾ, ഇന്ന് സമൂഹത്തിൽ MLA മാരും ഇന്നത്തെ MP മാരും ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന CM പോലും ഒരു കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചിട്ട് ആ സ്കൂളിലെ ക്ലാസ് ലീഡറായിട്ട് വളർന്ന ആളാണ്. അവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. ഈ ക്യാരക്ടർ ബിൽഡിംഗ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് വിമർശനങ്ങൾ കേട്ട് തുടങ്ങുന്നത്. ആദ്യത്തെ വിമർശനം കേൾക്കുന്ന കൂട്ടുകാരിൽ നിന്നാണ്, ആദ്യത്തെ കുത്തുവാക്കുകൾ കേൾക്കുന്നത് സുഹൃത്തുക്കളിൽ നിന്നാണ്. അതിനെ മാനസികമായി പ്രതിരോധിക്കുവാനും അതിനെ തരണം ചെയ്യാനും ഒക്കെ കുട്ടി പഠിക്കുന്നത്, ആ കുട്ടി സോഷ്യലൈസ് ചെയ്യപ്പെടുന്നത് ഈ വക സ്ഥാപനങ്ങളിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടിയെ നമ്മൾ ആരെ കൂട്ടത്തിനും കളിക്കാൻ പെടുന്നില്ല. നല്ല സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ നമുക്ക് വിടാലോ. അങ്ങനെ വിടാതിരുന്നാൽ എന്താ നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ കുട്ടി ഈ പറഞ്ഞതുപോലെ ബ്രോയിലർ ആകും. അങ്ങനെയാണ് ആ പദമാണ് ഉപയോഗിക്കാറുള്ളത്. ബ്രോയിലർ കോഴിയായി മാറും നമ്മുടെ കുട്ടി. ഒന്നിനും പറ്റാതെ ഇരുത്തിയെടുത്ത്. ചില കുട്ടികളെ പറ്റി നമ്മൾ അവർ നല്ല കുട്ടികൾ നമ്മൾ പറയുള്ളത് അത് അത്ര നല്ലതല്ല. ഇരുത്തിയെടുത്ത് കിടത്തി നല്ലതല്ല. ഒരു കുട്ടി ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടി ചുറ്റുവട്ടത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരാൾക്ക് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തൊരു പ്രശ്നമുണ്ടെന്ന് അർത്ഥം. ആ കുട്ടി എഴുന്നേറ്റ് പോയി വെള്ളം കൊടുക്കണം. അതാണ് സോഷ്യലൈസേഷൻ. ഈ അർത്ഥത്തിൽ നമ്മളെ കുട്ടികളെ കളിക്കാനുള്ള സ്പേസിലേക്ക് നമുക്ക് വിടേണ്ടതുണ്ട്. സുരക്ഷിതമായ ഇടങ്ങളിൽ സുരക്ഷിതരായ ആളുകളുടെ കൂടെ അതിനൊരു സമയം നമുക്ക് മാറ്റിവെക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയമാകുമ്പോൾ അവർക്ക് നമസ്കാരം ജമാഅത്തായി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച ആളുകളാണല്ലോ. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന സ്കൂളിൻ്റെ മുമ്പിൽ തന്നെ പള്ളി ഉണ്ടായതുകൊണ്ട് നമുക്ക് സ്കൂൾ സമയത്ത് പോയി ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് പോയി നമുക്ക് നിസ്കരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ അതും പള്ളിയിലെ ജമാഅത്ത് നമുക്ക് കിട്ടൂല. നമ്മളാണ് ജമാഅത്തായി അവിടെ നിസ്കരിക്കാറുള്ളത്. എന്നാൽ ഈ വെക്കേഷൻ വരുമ്പോൾ നമ്മൾ ആ ജമാഅത്തായി നമസ്കാരത്തിനുള്ള തർത്തീബുകൾ നമ്മൾ ചെയ്യണം. വാപ്പ കൈപിടിച്ച് കൊണ്ടുപോകണം, സഹോദരൻ കൈപിടിച്ച് കൊണ്ടുപോകണം. ളുഹറിനും അസ്റിനും സുബഹിക്കും ഒക്കെ ജമാഅത്തായി നമസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പള്ളികളിലേക്ക് നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ടു പോകണം. സ്കൂൾ കാലഘട്ടങ്ങളിൽ നമുക്കത് ലഭിക്കാറില്ല. മറ്റൊന്ന്, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റു മാസങ്ങളിൽ പറഞ്ഞതുപോലെ നമുക്ക് അവരുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. കാരണം ഈ കുട്ടി 9 മണിക്ക് സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടി 8:45 ഭക്ഷണം കഴിക്കണം. 8:45 നമുക്ക് വാപ്പ ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വാപ്പ അതിനു മുമ്പ് ഓഫീസിലേക്ക് പോയിട്ടുണ്ടാകും. രാത്രി ഉപ്പ കടന്നുറങ്ങുന്നതിന് മുമ്പ് മകൻ കടന്നുറങ്ങിയിട്ടുണ്ടാവും, മകള് കടന്നുറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസ് പോലും നമുക്കില്ല. പ്രിയമുള്ളവരെ, സംഭാഷണങ്ങൾ മുളക്കുന്നതും അതിൻ്റെ ചർച്ചകൾക്ക് ശക്തി പകരുന്നതൊക്കെ തീന്മേശയ്ക്ക് ചുറ്റുമാണ്. നമ്മുടെ മക്കളുമായി നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് ഇരുത്തണം. ആ ശീലമില്ലാത്ത വീടുകളുണ്ടെങ്കിൽ എത്ര ഭാഗ്യം കെട്ട വീടുകളാണ് എന്ന് മാത്രമേ എനിക്ക് ഉണർത്താനുള്ളൂ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് കൂട്ടമായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ അങ്ങനെ കൂട്ടമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്? പാത്രത്തിൻ്റെ എണ്ണം കുറഞ്ഞിട്ട് ചെലവ് ചുരുങ്ങാൻ വേണ്ടി മാത്രമല്ല. കൂട്ടമായി ഇരിക്കുമ്പോഴാണ് അവിടെ അടുത്തുള്ളവനെ പരിഗണിക്കാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നത്. 3:10 എൻ്റെ വയറ് നിറഞ്ഞിട്ടില്ലെങ്കിലും അപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, എൻ്റെ സുഹൃത്തും സഹോദരനൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ അവനൊന്ന് പരിഗണിച്ച് കളയാം, എൻ്റെ വിശപ്പും വെച്ചാലും സാരമില്ല എന്നൊക്കെ പഠിച്ചു തുടങ്ങുന്നത് തീന്മേശയിൽ നിന്നാണ്. വാപ്പ അവിടെ അഭിപ്രായം പറയുമ്പോൾ ആ വാപ്പയുടെ അഭിപ്രായത്തിനെ വാപ്പ എന്ന ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ മറുപടി പറയാൻ മകൻ പഠിക്കുന്നത് അത് തീന്മേശയിൽ വെച്ചുകൊണ്ടാണ്. വാപ്പ അത് പറയുമ്പോൾ വാപ്പാൻ്റെ അഭിപ്രായത്തിനോട് ഉമ്മ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നത് തീന്മേശയിൽ വെച്ചാണ്. ഇതൊന്നും കാണുന്നില്ല നമ്മുടെ മക്കൾ. ഇത് കാണാതിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം സാമൂഹിക മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ, അതൊന്നും നമ്മൾ വിശദമായി പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ അപകടവും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താ നമുക്ക് ഇതിന് ചെയ്യാൻ വേണ്ടി പറ്റുക? പൂർണ്ണാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മുടെ മക്കൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, മീഡിയ യൂസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം, അതല്ലാത്ത സമയത്ത് നമുക്കറിയാം ഉമ്മാക്ക് തിരക്കുണ്ട്, വാപ്പാക്ക് തിരക്കുണ്ട്, കുട്ടി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഈ സ്മാർട്ട് ഫോണാണ്. പ്രിയമുള്ളവരെ, 2024
ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദ ഇയർ എന്നറിയപ്പെടുന്നൊരു വാക്കുണ്ട്. ഓക്സ്ഫോർഡിൽ ആ വർഷം പുതുതായി ചേർക്കപ്പെട്ട വാക്ക് എന്താ? ആ വാക്ക് ബ്രെയിൻ റോട്ടിംഗ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തലച്ചോറ് ചീഞ്ഞു പോവുക എന്ന വാക്കിൻ്റെ നേരെ മലയാള അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പഠനങ്ങളൊക്കെ നടത്തിയ ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഈ സ്ക്രോളിങ് നമ്മുടെ കൂടുമ്പോൾ, അത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാ ആളുകൾക്കും ബാധകമാണ് ഈ വിഷയം. നമ്മൾ ഈ ഡൂം സ്ക്രോളിങ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന മുൻവശത്തൊരു ഭാഗമുണ്ട്. ഈ ഭാഗത്തേക്കുള്ള രക്തയോട്ടവും അവിടുത്തെ പ്രവർത്തനങ്ങളും കുറഞ്ഞു വരുന്ന. എന്താ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ പ്രവർത്തനം കുറഞ്ഞാലുള്ള അപകടം? ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് കൊണ്ടാണ് നമ്മൾ റീസണിങ് നടത്തുന്നത്, ശരിയും തെറ്റും ആലോചിക്കാൻ പറ്റുന്നത്, ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കേണ്ടത്, ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇത് ശരിയാണോ ഇത് തെറ്റാണോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് കൊണ്ടാണ്. അപ്പോൾ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന് ക്ഷതമേൽക്കുന്നു എന്തിൽ കൂടി? ഈ ഡൂം സ്ക്രോളിങ്ങിൽ കൂടിയിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ആ കുട്ടിയുടെ ചെറിയ പ്രായം മുതൽ തന്നെ അതിങ്ങനെ കുറഞ്ഞു വന്നിട്ട് നമ്മൾ കാണാറില്ല കുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്നത്. അവർക്ക് ഒരു ദേഷ്യം വരുന്നു, ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്കൊരു സമയം നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം. ഒരു ദിവസം 20 മിനിറ്റ് ഉപയോഗിക്കാം എന്ന് നമ്മളൊരു സിസ്റ്റം വെച്ചിട്ട് ആ തർത്തീബായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും ഖൈർ, അൽഹംദുലില്ലാ. എന്നതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ അർത്ഥത്തിൽ നമ്മളൊരു തർത്തീബ് ഉണ്ടാക്കി തീർക്കണം. മറ്റൊന്ന് ഇതിനേക്കാൾ വലിയ അപകടം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ഒരാളും ഫോൺ ഉപയോഗിച്ച് ഇതൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തും മണിക്കൂറുകളോളം നമ്മൾ ഇതിൻ്റെ മുമ്പിൽ റീൽസിന് മുമ്പിൽ നിന്നതുകൊണ്ടും ബാക്കിയുള്ള ആളുകൾക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ റീചാർജ് ചെയ്തത് എൻ്റെ സ്മാർട്ട് ഫോൺ, എൻ്റെ കണ്ണ്, ഇതൊക്കെയാണല്ലോ. പ്രിയമുള്ളവർ, ഇതിൻ്റെ അപകടം എന്താണെന്നറിയോ? ഒരു റീൽസിൻ്റെ മാക്സിമം ടൈമിംഗ് എന്ന് പറയുന്നത് 30 സെക്കൻഡ്സാണ്. ഈ 30 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ഹൂക്ക് ചെയ്യുന്ന, നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന എന്തെങ്കിലും ഒന്നുണ്ടാകുമ്പോൾ മാത്രമേ അത് കാണും, മുഴുവനായി കാണുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യും, അടുത്തയിലേക്ക് അതിങ്ങനെ മാറിപ്പോകും. ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ നമ്മുടെ കഴിവാണ്. അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തിലേക്ക് ഏകാഗ്രതമായി ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ്. പ്രിയമുള്ളവരെ, ഈ ഇരിക്കുന്ന ഓരോ ആളുകളും സമൂഹത്തിന് വേണ്ടി നിൽക്കേണ്ട ആളുകളാണ്, ജോലി ചെയ്യേണ്ട ആളുകളാണ്, വിദ്യാഭ്യാസത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ആളുകളാണ്. നമ്മളിങ്ങനെ 30 സെക്കൻഡിൻ്റെ ഉള്ളിലേക്ക് മാത്രം നമ്മുടെ തലച്ചോറ് പരുവപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിയാണെങ്കിൽ ഇവന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പീരീഡ് 40 മിനിറ്റ് ഉണ്ടാവും. ഈ 40 മിനിറ്റ് എങ്ങനെ ഇവൻ അധ്യാപകനെ ക്ഷമിക്കാൻ വേണ്ടി സാധിക്കൂല. 1 മിനിറ്റോ 2 മിനിറ്റോ മാക്സിമം മാഷിനെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ടീച്ചറെ ശ്രദ്ധിക്കും. പിന്നെ അവൻ്റെ അറ്റൻഷൻ തെറ്റും. കാരണം ഇവൻ ശീലിച്ചതും ഇവൻ്റെ തലച്ചോറ് ആ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടി വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറകോട്ടേക്ക് പോകും. വാപ്പയും മകനും തമ്മിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പുതിയ ജനറേഷൻ്റെ മക്കളുടെ കമ്മ്യൂണിക്കേഷൻ്റെ രീതി, അവർക്ക് ഒരു സുദീർഘമായ സംസാരം പറ്റുന്നില്ല. അരമണിക്കൂറോ 20 മിനിറ്റോ 25 മിനിറ്റും സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ പഴയ ആളുകളെ ശ്രദ്ധിച്ചിനോ? നമ്മൾ പഴയ ആളുകൾ ഒരു 3 ആൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അവരിരുന്നിട്ട് വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്ലോക്കിനെ നമ്മൾ തോൽപ്പിക്കും. സമയം പോകും, നമുക്ക് മനസ്സിലാകൂല. എന്നാൽ ന്യൂ ജനറേഷനിൽ 3 ആളുകൾ നിങ്ങളുടെ നോക്കൂ, നിങ്ങൾ 3 മണിക്കൂർ അവരെ വീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാം 3 മണിക്കൂറിൽ അവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മ ഉണ്ടാകും. കാരണം അത്ര കുറച്ച് വാക്കുകൾ മാത്രമേ അവർ പറയൂ. കാരണം ഞാൻ ഒരാളോട് സംസാരിക്കണമെങ്കിൽ അയാളെ ഞാൻ ശ്രദ്ധിക്കണം, അയാളെ കണ്ണുകളെ ഞാൻ ശ്രദ്ധിക്കണം, അയാളുടെ നോൺ വെർബൽ എക്സ്പ്രഷൻസിന് ഞാൻ ശ്രദ്ധിക്കണം. അതിനനുസരിച്ചായിരിക്കണം ഞാൻ മറുപടി കൊടുക്കേണ്ടത്. എനിക്കിത് പറ്റൂല. എന്തുകൊണ്ട്? എൻ്റെ തലച്ചോറ് അങ്ങനെ പരുവപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയൻ്റെ വിഷയത്തിൽ, സ്മാർട്ട് ഫോണിൻ്റെ വിഷയത്തിൽ നമ്മൾ തീരുമാനം എടുക്കണം. ചില സ്ഥലത്ത് നമ്മുടെ അധികാരം നമ്മൾ ഉപയോഗിക്കണം. മക്കളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചെറുപ്പക്കാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത് അവനവൻ്റെ ആവശ്യമാണ്. നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് പോയി, നമ്മൾ എങ്ങനെ ഇരിക്കും? രാവിലെ 9:30 to 5 o'clock വരെ ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ അസൈൻമെൻറ്റ്സ് നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാനുണ്ടാകും, എന്തൊക്കെ പ്രൊജക്റ്റുകൾ നമുക്ക് കമ്പനിക്ക് വേണ്ടി ചെയ്ത് തീർക്കാനുണ്ടാകും. ഇതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്, സമയം കൂടുതൽ എടുക്കുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മളിങ്ങനെ 30 സെക്കൻഡിനുള്ളിൽ മാത്രം പരിവപ്പെടുന്ന ഒരു ബുദ്ധിയായി മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാഫ് മീറ്റിങ്ങിന് പോലും പങ്കെടുക്കാൻ കഴിയില്ല എന്ന ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് വരുന്നത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത നിലയിലുമാകെ അത്യാവശ്യം എന്തെങ്കിലും ചെറിയ ഷോർട്ട് ടേം കോഴ്സസ് ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. അവരുടെ സമയത്തിന് മുഴുവൻ എടുത്തുകൊണ്ടല്ല, കുറച്ചെന്തെങ്കിലും സമയത്തിൽ നമ്മൾ ആ രീതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം,
സഹോദരിമാരോട്, എൻ്റെ ഉമ്മമാരോട്, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ പെൺമക്കളെ അടുക്കളയിൽ ഇറക്കാൻ പറ്റുന്ന 2 മാസം ഈ മാസമാണ്. ബാക്കിയുള്ള മാസമൊക്കെ നമ്മൾ പറയും എൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നതല്ലേ, സ്കൂളിൽ എന്തോരം പഠിക്കാനുണ്ട് ആ കുട്ടിയെ കിച്ചണിൽ ഇറക്കുന്നത് വലിയ മോശമല്ലേ, ആ കുട്ടിയോട് കാണിക്കുന്ന അക്രമല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ പെൺമക്കൾക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ കുറേ സ്കിൽസ് ഉണ്ട്. എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കേണ്ട കുറച്ച് ബേസിക് സ്കിൽസ് ഉണ്ട്. അത് അറിഞ്ഞിരിക്കണം. ഒരു മനുഷ്യനായാൽ അത് അറിഞ്ഞിരിക്കണം. ഏതുപോലെ നമ്മൾ കുളിക്കാൻ പഠിച്ചതുപോലെ, ബ്രഷ് ചെയ്യാൻ പഠിച്ചതുപോലെ, നമ്മുടെ മുടി ചീകാൻ പഠിച്ചതുപോലെ, ഇതുപോലെ കുറെ സ്കിൽസ് ഉണ്ടാകേണ്ടതുണ്ട്. ഒരു പെണ്ണ് പഠിച്ചിരിക്കേണ്ട, ആണും പഠിച്ചിരിക്കേണ്ടതാണ്, എന്നാൽ കൂടുതൽ ഒരു പെണ്ണ് പഠിച്ചിരിക്കേണ്ട സ്കിൽസാണ് ഹൗസ് കീപ്പിംഗ് സ്കിൽസ് എന്ന് പറയും. ഒരു വീടിനെ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം, അത് തുടങ്ങേണ്ടത് അടുക്കളയിൽ നിന്നാണ്, കിച്ചണിൽ നിന്നാണ്. എന്താ സംഭവിക്കാന്നറിയോ, നമ്മുടെ പെൺമക്കൾ അടുക്കളയിൽ ഇറങ്ങുകയും അവിടെ നിന്ന് നമ്മുടെ മകൾ നമുക്ക് ലാസ്റ്റ് എപ്പോഴാ ചായ ഇട്ടെന്ന് ഓർത്താൽ മതി. നമ്മുടെ മകൾ നമുക്ക് വേണ്ടി എപ്പോഴാണ് അവസാനം ഭക്ഷണം പാചകം ചെയ്തതെന്ന് ഓർത്താൽ മതി. അങ്ങനെ ഇല്ലാതെ പോയത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവരുടെ കുടുംബജീവിതത്തിലാണ്. അടുക്കളയിൽ ഇറങ്ങിയാലാണ് അരിൻ്റെ അളവും പഞ്ചസാരൻ്റെ അളവും മനസ്സിലാക്കിയിട്ട് ഫൈനാൻസ് കൺട്രോൾ ചെയ്യാൻ സ്ത്രീ പഠിക്കുക. ഇത്രയാണ് പഞ്ചസാര ഉള്ളത്, പഞ്ചസാരൻ്റെ വില ഇത്രയാണ്, അതുകൊണ്ട് ഞാൻ ഇത്ര കൺട്രോൾ ചെയ്യണമെന്ന് പഠിക്കണമെങ്കിൽ ആ പെൺകുട്ടി അടുക്കളയിലേക്ക് ഇറങ്ങണം. ആ പെൺകുട്ടി സ്വമേധയാ അടുക്കളയിലേക്ക് ഇറങ്ങാനുള്ള സമയം നമ്മുടെ സിസ്റ്റത്തിലില്ല. പക്ഷെ വെക്കേഷൻ സമയം ആകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം തീരുമാനിക്കുക, ആ 2 ദിവസം മൂത്ത മകളാണ് അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കേണ്ട തർത്തീബ്, 4ാമത്തെ ദിവസം എൻ്റെ ഇളയ മകളാണ് ഉണ്ടാക്കേണ്ട തർത്തീബ്. അന്ന് മകനോടും അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുക. ആണും പഠിക്കണം ഈ കാര്യങ്ങളൊക്കെ. ആണും വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഈ പറയപ്പെട്ട പോലെ അഭ്യന്തരങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ കുട്ടിക്ക് റിയാലിറ്റി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാകുക, നമ്മുടെ വീട്ടിൽ അടുപ്പുണ്ട്, ഈ അടുപ്പ് പുകഞ്ഞിട്ടാണല്ലേ നമുക്ക് ഈ ഭക്ഷണം ഉണ്ടാകുന്നത്, എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഉമ്മ കൂടുതൽ കഷ്ടപ്പെടുന്നത് ഇതിനു വേണ്ടിയൊക്കെ ആണല്ലേ എന്ന് ചിന്തിക്കുന്നത് ഈ നിമിഷങ്ങളിലും മുഹൂർത്തങ്ങളിലും വെച്ചിട്ടാണ്. അങ്ങനെ ഒരു പ്രായോഗിക മനുഷ്യനാക്കി മാറ്റാൻ നമ്മുടെ ഈ വെക്കേഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സമയങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ആഖിറത്തിൽ വെച്ചിട്ട് 4 കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാതെ കാൽപാദങ്ങൾ നിൽക്കാൻ സാധ്യമല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിലൊന്നെന്താണ്? വഅൻ ശബാബിഹി ഫീമാ അഫ്ന. അവൻ്റെ യുവത്വ കാലഘട്ടത്തെ പറ്റി അള്ളാഹു ചോദിക്കും, നീ എന്താണ് നേടിയെടുത്തത്, നീ എന്തൊക്കെയാണ് ഇതിൽ സ്വരൂപിച്ചു കൂട്ടിയത്, നീ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കിയോ, നിന്റെ സമൂഹവുമായുള്ള ബന്ധം നന്നാക്കിയോ, കുടുംബവുമായുള്ള ബന്ധം നന്നാക്കിയോ, നിന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നീ നടത്തിയോ എന്നൊക്കെ അള്ളാഹു ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ പാകത്തിൽ നമ്മുടെ മക്കൾ വളരണമെങ്കിൽ നമ്മൾ ഈ അർത്ഥത്തിൽ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമുക്ക് നമ്മുടെ